നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഇന്ന് ഞാനൊരു അല്പം സാഡാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സാഡാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ട്, ഞാൻ നിങ്ങളെ ഗൈഡൻസ് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പറയുന്നു എന്ന് മാത്രം. സോ എൻ്റെ ഫ്രണ്ട് മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കിട്ടിയിരുന്നു. സോ അതിൻ്റെ ഒരു വിഷമം നല്ലോണം ഉണ്ട് എല്ലാവർക്കും. ലൈക്ക് 49 ഇയർ ഓൾഡാണ്. അപ്പോൾ നമുക്ക് ഇത്ര വേഗം എന്നുള്ള എനിവേ പലതും ചിന്തിച്ചു പോവാണ്. പലതും നമ്മൾ ഒരു റിയലൈസേഷൻസ് എന്നൊക്കെ പറയില്ല, അതും വളരെ ക്ലോസ് ആയിട്ടിരുന്ന വ്യക്തികൾ അങ്ങനെ പോകുമ്പോഴൊക്കെ. പക്ഷെ അവളുടെ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. അവൾക്ക് കുറേ ആയിട്ട് അസുഖങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ അതിനെ അവൾ വളരെ ബോൾഡായിട്ട് അവൾ ഫേസ് ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് അവൾ പോസിറ്റീവായിട്ട് എപ്പോഴും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്ന റീഡിങ് എടുക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ബിക്കോസ് അവളുടെ ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കരുത് എന്ന് തോന്നി. കാരണം അവൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല. അവൾ പറയാറുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളാരും സങ്കടപ്പെടരുത്, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. സോ യെസ്, അവൾക്ക് വേണ്ടി ഒരു റീഡിങ് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ചെറുതായിട്ട് എടുക്കുന്നുണ്ട് എന്തായാലും. കറണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ, ലൈഫിൽ എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ ഓർക്കാം. എങ്ങനെയോ ലൈഫിന് എത്രയോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടും എത്ര അസുഖമായിട്ട് അവൾ ലൈക്ക് ശരിക്കും അവൾക്ക് ബ്രീത് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടും, അവൾക്ക് പലതും വെയിറ്റ് അതിന് കൂടരുത് എന്നുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവൾ അവൾ മാക്സിമം അവളുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടന്നിട്ടുണ്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ. സോ അങ്ങനെയൊക്കെ ഓർക്കാം നമ്മൾ കുറച്ചൊക്കെ. ഓക്കെ, മീൻസ് ഫുള്ളായിട്ട് നമ്മുടെ സങ്കടങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടും. ഓക്കെ, നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, എനിവേ നമുക്കിവിടെ പേഴ്സൻ്റെ എനർജി, അവരെ ഫീലിങ്സ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി റീഡിങ് ഇടാൻ മാത്രം ഉദ്ദേശിച്ച് ഞാൻ ചെയ്യുന്നതാണ്. വേറെ ഡെപ്തിലേക്കൊന്നും പോകാൻ എനിക്ക് മനസ്സില്ല എന്ന്, സോറി, അത്രയ്ക്കുള്ളൊരിതിലല്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് അവരുടെ ഫീലിങ്സ് അറിയാം, നിങ്ങൾക്കുള്ള സിറ്റുവേഷനെ കുറിച്ച് ഗൈഡൻസ് എടുക്കാം. സോ പേഴ്സൺ, നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി, ഓക്കെ, അവർ ഇപ്പം നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, എൻ്റെ അവരുടെ എനർജി നിങ്ങളോട്, അതായത് അവർ നോക്കാം. ലെറ്റ്സ് സീ. ഹൈറോഫന്റ് ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, 2 ഫോൺസ്. ഫസ്റ്റ് തന്നെ എനിക്ക് കാണുന്നത് ഫീലിങ്സ് ടുവേർഡ്സ് യു, Seven of Cups, 3 of Swords, 2 of Swords ഉണ്ട് ഇവിടെ. സോ ഇവിടെ കാണുന്ന കാർഡ് നമുക്ക് 2 വന്നിട്ടുണ്ട് ഓൾറെഡി, 2 of Wands, 2 of Swords വന്നിട്ടുണ്ട്. സോ പേഴ്സൺ ഇപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ എന്ന രീതിക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഇതൊരു കുറച്ചൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ. അവരെവിടെയോ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് അവരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ അവർക്കൊരു യൂണിവേഴ്സായിട്ട് ചിലത് കാണിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. സോ എവിടെയോ ഒരു റിയലൈസേഷൻസ് അവർക്ക് വരുന്നതായിരിക്കാം. അവരും കുറച്ചുകൂടി സ്പിരിച്വൽ രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അതായത് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പറയില്ലേ ഒരു സോൾ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അത്രയും ഒരു ഡീപ്പ് ബോണ്ട് എന്നൊക്കെ രീതിയിൽ അവർ ഫീൽ ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡേ ഡ്രീമിങ് കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് കുറേ ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. എവിടെ ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. നല്ലതും ആവാം ചീത്തയാവാം, രണ്ടും ഉണ്ട്. ഓക്കെ, മാറി മാറി വരുന്നുണ്ട് പല കാര്യങ്ങളും. ലൈക്ക് നമ്മൾ പറയില്ലേ ഒരു ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരെന്തൊക്കെ ലൈഫിൽ ചെയ്യുവാണെങ്കിലും ശരി. പക്ഷേ ഇവിടെ 2 വന്നു. സോ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ വേണ്ടേ, സംസാരിക്കണോ വേണ്ടേ, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ, എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിക്ക് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, സോ അതിൻ്റെ റീസൺ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ 3 of Swords ഉണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, മേ ബി അവർക്കും വിഷമം ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അവരും എവിടെയോ വേദനിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അതൊരു വിഷമം, മേ ബി നിങ്ങൾ തമ്മിൽ ആ ഒരു ഉള്ള ബോണ്ട് നഷ്ടപ്പെടുന്നതിന് അവർക്കും ഒരു വിഷമം ഉണ്ടാവും. ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എനിക്ക് നിങ്ങളെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, സ്നേഹമൊക്കെ ഉണ്ട് എവിടെയോ. പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി നിങ്ങൾ വളരെ നിങ്ങളോടൊരു ദേഷ്യം തോന്നുന്നുണ്ടാവാം. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളവരോട് ദേഷ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളവരോട് റഫായിട്ട് പെരുമാറുമോ, നിങ്ങളവരെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളവരോട് എന്തെങ്കിലും എതിർത്താലോ എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. സോ നിങ്ങളെ ഒരു പേടി പോലെ എന്ന് പറയാൻ ബാക്കി ഒരു പേടിയുണ്ട് അവർക്ക് ചെറുതായിട്ട്.
കാരണം നിങ്ങളോട് സംസാരിച്ച് വന്നാൽ നിങ്ങളങ്ങനെ ഒരു ഹാർഷായിട്ട് പെരുമാറിയാലോ എന്ന രീതിക്ക് അവർക്ക് നല്ല ചിന്തയുണ്ട്. ഓക്കെ, ഇതെവിടെയോ നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഡീപ്പ് ഫീലിങ്സ് ഒന്നും കൂടി എടുത്തേക്കാം. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ തമ്മിലുണ്ടായ ഈ ഒരു പ്രശ്നം കാരണം ഓക്കെ, നിങ്ങൾ പരസ്പരം ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ സംസാരിക്കണോ, സംസാരിച്ചാൽ എന്താവും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. സോറി. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് ഇപ്പോഴും നിങ്ങളോടൊരു ഫീലിങ്സ് കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി 5 കപ്സ് ആയിരുന്നു, മിസ്സിങ് എനർജി ആയിരുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ്, സ്ട്രെങ്ത് കാർഡ്, 6 ഓഫ് സോഡ്സ്, 5 കപ്സ് നേരത്തെ വന്നതാണ്, ഞാൻ കവർ ചെയ്യാം അതിനെ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഷമമാണ് അവർക്ക് കാണുന്നത്. സോ അപ്പോൾ എവിടെയോ ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി ഉണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് അവർ അവനവനെ കൺട്രോൾ ചെയ്യുന്ന രീതിക്കാണ് കാണുന്നത്. അഗൈൻ ഇവിടെ സോൾ കണക്ഷൻ, സോൾ ബോണ്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്. ആ ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അത്രയും അൺസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. ഓക്കെ, നമ്മൾ ആരും പിരിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, അത്തരത്തിലുള്ള ഒരു ബോണ്ടാണ്. അവരത്രയും ആ ഒരു സ്ട്രോങ് കണക്ഷനാണ് നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ മുന്നോട്ട് സോൾവ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് സോൾവ് ചെയ്യണം, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നാണ് ചിന്തിക്കുന്നത്. ആൻഡ് അവർക്ക് തീർച്ചയായിട്ടും മിസ്സിങ് എനർജി ഉണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ആ വിഷമമൊക്കെ അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഒരു ഇമോഷൻസ് ഇപ്പോൾ വരുന്നില്ല. ഐ തിങ്ക് അതെന്താണെന്ന് വെച്ചാൽ ഇമോഷണലി ചിന്തിക്കുന്നില്ല. കാരണം ഐ തിങ്ക് ഈ ബാക്കി കാര്യങ്ങളൊക്കെ മേലെ വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അവരെ ഡീപ്പ് ഫീലിങ്സ് ഒരു കാർഡ് കൂടിയുമോ ശരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹം ഇഷ്ടം ഉണ്ടോ എന്ന രീതിക്ക് ഒരു കാർഡ് എടുക്കാം. ഓക്കെ, ഒരു കാർഡിൽ എന്ത് പറഞ്ഞാലും വരട്ടെ. ഓക്കെ, 9 ഓഫ് സോഡ്സ്, കുറ്റബോധമാണ് ഇപ്പോൾ ഏറ്റവും അധികം. 9 ഓഫ് സോഡ്സ് ആൻഡ് ജസ്റ്റിസ്, ഡെഫിനറ്റ്ലി കുറ്റബോധം. ഓക്കെ, അവർക്ക് വളരെയധികം കുറ്റബോധമുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുന്ന 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 8 ഓഫ് കപ്സ്. സോ ആക്ച്വലി ഇപ്പോൾ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്ത തെറ്റായി പോയി, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റായി, ന്യായം ചെയ്തില്ല. അവർ എന്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം കുറ്റബോധമുണ്ട്. രണ്ടും ഒന്നിച്ചാണ് വന്നത്, കുറ്റബോധവും ജസ്റ്റിസും. അറിയാലോ, എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അവർക്ക് ന്യായം ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചൊരു പേടി കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഫീലിങ്സ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള രീതിക്കുള്ള ഫീലിംഗ് ഉണ്ട്, മിസ്സിങ് എനർജി ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർ ആ സോൾ കണക്ഷനൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് മാറി നിൽക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കാരണം മേ ബി അവർ ഇപ്പോൾ 8 ഓഫ് കപ്സ് ആണ്, കുറച്ച് ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസിലുള്ള രീതിയിലാണ് എനിക്ക് കാണുന്നത്. വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, ഡെഫിനറ്റ്ലി യെസ്, ഇവിടെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ ഐ തിങ്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ആ ഒരു കുറച്ചൊന്ന് ഡിറ്റാച്ചായിട്ട് നിൽക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നമുക്ക് സിറ്റുവേഷനെ കുറിച്ച് എന്താണ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. വാട്ടർ, ഓക്കെ, ഇമോഷൻസ് എന്ന് പറയാം നമുക്ക്. ഹാപ്പിനെസ്, ഗുഡ്. 777, വെരി നൈസ്. ഓക്കെ, ജാക്ക്പോട്ട്. ടേബിൾ, ഓക്കെ, മീറ്റിംഗ്. എത്ര എണ്ണം വന്ന് ഈശ്വര, ഞാൻ ലിറ്റിഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതെടുക്കുന്നില്ല ഞാൻ, ഐ ഡോണ്ട് വാണ്ട് ടു. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ആവും. The man's wish, good. One more, last. Betrayal. Okay. നിങ്ങളോട് അവരെന്തോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ചതിച്ച രീതിയിൽ എന്തോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ 3 ഓഫ് സോഡ്സ് നമുക്ക് ആദ്യം വന്നത് അതായിരുന്നു. ഓക്കെ, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഏത് രീതിയിലും ആവാം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാവാം, ചില കാര്യങ്ങൾ മറിച്ചതാവാം, ചിലത് എന്തെങ്കിലും വേറെ തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, സംതിങ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ ഇവിടെ നിങ്ങളോട് വളരെയധികം പക്ഷെ പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു കുറവുമില്ല. ഓക്കെ, ഒരു സ്നേഹത്തിൻ്റെയോ അതിൻ്റെ ഒരു കുറവുമല്ല. പക്ഷെ അവർ ചെയ്തു പോയ ഒരു മിസ്റ്റേക്ക്. ഓക്കെ, ഇപ്പോൾ അവർ ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഇമോഷണൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചേനെ ഞാൻ പറഞ്ഞു, കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡാണ് ഇത് വീണ്ടും വന്നത്. തീർച്ചയായിട്ടും അവർ ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അറിയാം ഞാൻ തെറ്റ് ചെയ്തു എന്നവർക്ക് നല്ലോണം അറിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷെ അവർ ചെയ്തത് നിങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റായിരിക്കാം, അല്ലെങ്കിൽ പൊറുക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കൂ. എനിവേ അവർ വന്നിട്ട് നിങ്ങളോട് സോറി പറഞ്ഞൊക്കെ വരുവാണെങ്കിൽ തന്നെ അവർ മാറ്റം കൊണ്ടുവരണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കണം. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അവസരം കൊടുക്കാം, പക്ഷെ
അത് അവർ മാറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് നിങ്ങളുടെ ഇതാണ്. ഇവിടെ മാൻസ് വിഷ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഒരു ഡ്രീമാണ്, അവരുടെ വിഷാണ്. ഞാൻ 7 of Cups നേരത്തെ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. അവർക്കൊരു ആഗ്രഹം, മാൻ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, മാനായാലും വുമൺ ആയാലും അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം അവർക്കുണ്ട് നിങ്ങളോട്. ഇവിടെ ജാക്ക് പോട്ട് കാണുന്നുണ്ട്, ലക്ക് കാണുന്നുണ്ട്. യെസ്, ഒരു ലക്ക് നിങ്ങൾക്കൊരു മാറ്റം വരും. ഓക്കെ, അതിൻ്റെ ഇവിടെ വീനസിൻ്റെ നമ്പർ ഉണ്ട്. സോ ഇവിടെ വീനസ് ജൂപ്പിറ്ററിൻ്റെ ഒക്കെ നമ്പർ ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ലക്ക് വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഞാൻ പറയുമ്പോൾ 10 ഇവിടെ അതിൽ ഞാൻ പെട്ടെന്ന് നോക്കിയതായിരുന്നു, അതിൽ 10 നമ്പർ വന്നു. സോ വെരി നൈസ്. 10 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിഷിൻ്റെയൊക്കെ ഒരു സമയമായിട്ടൊക്കെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ നടക്കുന്ന രീതിക്ക് പറയാം, പുതിയ തുടക്കങ്ങൾ എന്ന് പറയാം. സോ ഇവിടെ യെസ്, നിങ്ങൾക്കൊരു ലക്ക്, ഒരു മാറ്റം നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് അവരുടെ ഭാഗത്തുനിന്നൊരു മെസ്സേജ് നമുക്ക് വരും, പക്ഷേ അത് കുറച്ച് സമയം എടുത്തേക്കാം. ബിക്കോസ് ഇപ്പോൾ അവർ എങ്ങനെയാണ് നിങ്ങളെ ഫേസ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ ചെയ്ത തെറ്റ് അവർക്ക് അറിയാം, വല്ല നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്തതാണെന്ന് അവർക്ക് അറിയാം. അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരണം എന്ന്. പക്ഷേ യെസ്, വരുമ്പോൾ നിങ്ങൾ നോക്കണം, പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നമുക്ക്. എൻ്റെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങളും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, പോസിറ്റീവായിട്ടിരിക്കൂ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.